വിടുന്നു. എല്ലാവർക്കും നമസ്കാരം. മതത്തിനെ കുറിച്ച് പറയാനോ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാനോ ഞാനാണല്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളെടുത്ത് പങ്കുവെക്കാം. ഇപ്പം റമദാൻ മാസമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാൻ, കഴിഞ്ഞ വർഷം ഇതേ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് തട്ടമിട്ട ഒരാളായിരുന്നു ഞാൻ. ഈ വർഷം നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവരെ പോലെ മാറി മറക്കണം എന്നുള്ളൊരു രീതിയിൽ മാത്രം ഷാളിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയതെന്ന് ചോദിച്ചാൽ, സമൂഹം എന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം. രഹന പറഞ്ഞതോളം മതപരമായിട്ട് അല്ലെ മതത്തിന്റെ ചുറ്റുപാട് ഒരു ദീനിയായിട്ട് വളർന്ന വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പക്ഷേ മറ്റൊരു മതത്തിലുള്ള ഒരു ദൈവത്തിനെ വരച്ചു എന്നതിന്റെ പേരിൽ ഒന്നായിട്ട് എന്താ പറയാ, നമ്മളൊരു മോശക്കാരിയാവുകയും അല്ലെ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ വളരെയധികം ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ സ്വന്തം തട്ടത്തെ മുമ്പൊരാള് എന്താ പറയാ മാരണം മുറിച്ച് ഇട്ട് കൊടുത്തതോളം ഞാൻ സ്വന്തം തട്ടത്തെ പിടിച്ചോ, എനിക്ക് വേണ്ട നിങ്ങളുടെ തട്ടത്തെ എന്ന് പറഞ്ഞിട്ട് അട്ട് എറിഞ്ഞു കൊടുത്തതാണ്. നിങ്ങളൊക്കെ എടുത്തോ, എനിക്ക് വേണ്ട. ഈ തട്ടത്തിന്റെ പേരിൽ ഇങ്ങനെയും ക്രൂശിക്കുമ്പോ തട്ടല്ലേ പ്രശ്നം, നിങ്ങളങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തു. ഇപ്പൊ എനിക്ക് മതമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ കുറച്ചു കാലമായി മതമില്ലാതെ ജീവിക്കുകയാണ്. മതം മാറിയതും മതം ഉപേക്ഷിച്ചതും ഞാൻ. മതം മാറിയെന്ന് പറയുന്നില്ല. മതം മാറുക എന്ന് പറയുന്നത് വലത്തെ കാലിലെ മതം ഇടത്തെ കാലിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ആർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, മതമില്ലാതെ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ, ഞാനാണ് മതം ഉപേക്ഷിച്ചത്, എൻ്റെ ഫാമിലിയോ എൻ്റെ കുടുംബമോ അല്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് ഒരുപാട് സമയം സംസാരിക്കാൻ സമയമില്ല. കാരണം എൻ്റെ മക്കളും അവരവരുടെ ഇഷ്ടപ്രകാരമാണ് നോമ്പെടുത്തത്. രണ്ടുപേരോടും അവരോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് നോമ്പെടുക്കണം. കാരണം അവരുടെ പപ്പ ഒരു മുസ്ലിം മതസ്ഥരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അവരുടെ ഇഷ്ടപ്രകാരം അവർ ജനിച്ച് വളർന്നപ്പം അവർ കേട്ട് വളർന്നത് അല്ലെ അവരിൽ അടിച്ചേൽപ്പിച്ചതല്ല. കാരണം രണ്ട് കുട്ടികളും മദ്രസയിൽ പോയിട്ടില്ല. മദ്രസയിൽ പോയപ്പോൾ ഇതേപോലെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിത്രത്തിന്റെ പേരിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ മദ്രസയിൽ പോയിട്ടില്ല. അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മോനോട് പറയാൻ നോക്കണ്ടെന്ന് പറഞ്ഞാലും പറയും മഞ്ഞ നിർത്തിയിരുന്നു. കാരണം പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ട്, ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ നോമ്പെടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് മക്കളാണ് എങ്ങനെയാണ്. അപ്പൊ അവരവരുടെ ഇഷ്ടപ്രകാരം നോമ്പെടുക്കുന്നു. അവർ ആ ഇഷ്ടപ്രകാരം അവർക്ക് ഏത് മതമാണോ സ്വീകരിക്കാൻ താല്പര്യം 18 വയസ്സ് വരെ സമയം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഞാൻ പേരിട്ടിരിക്കുന്നത് ഒരിക്കലും അവരുടെ പേര് കേൾക്കുമ്പോൾ മതം ഏതാണ് എന്ന് മനസ്സിലാവാത്ത 2 പേരാണ് എൻ്റെ മക്കൾക്കുള്ളത്. എൻ്റെ മോന് മതത്തിന്റെ പേരിലായിരുന്നു അറിയപ്പെട്ടത്. ആദ്യം ആദി മുഹമ്മദ് എന്നായിരുന്നു അവന് പേരിട്ടത്. അപ്പൊ മകള് ജനിച്ചു, അവളുടെ പേര് ഞാൻ മതമില്ലാത്തൊരു പേരിട്ടപ്പോൾ ഞാൻ എൻ്റെ മകന്റെ പേര് മാറ്റി. 2 പേർക്കും മതമില്ലാത്ത പേരാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവർക്ക് 18 വയസ്സാകുമ്പോൾ അവർക്ക് ഏത് മതമാണോ ഇഷ്ടപ്പെടുന്നത് ആ മതത്തിൽ അവർക്ക് പോകാം. ഒരിക്കലും ഞാൻ വിലങ്ങുതടിയാവില്ല. അതേപോലെ അവരുടെ പപ്പയും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏത് മതമാണോ ആ മതത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൻഷാണോ ലനിഷ്ഠയാണ്, ഒരിക്കലും മതം പറയല്ല. അത് ഏത് മതസ്ഥനാണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് മുസ്ലിം നാമധാരിയുടേതാണ് ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത്. രഹന പറഞ്ഞു അവള് മുസ്ലിം നാമധാരിയാണെങ്കിൽ ഒരു പേരുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളൊക്കെ പേര് മാറ്റിയാലും വേറൊരു പേരിട്ടാലും ഞങ്ങൾക്കൊരു ബ്രാക്കറ്റിൽ കൊടുക്കും, ജസ്ന സലീമോ അല്ലെ രഹന ഫാത്തിമ, മുമ്പത്തെ ജസ്ന സലീം അല്ലെ മുമ്പത്തെ രഹന ഫാത്തിമ എന്ന് ഞങ്ങൾ വേറെ പേര് മാറ്റിയാലും. അതുകൊണ്ട് അതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് വരരുതിയായിട്ടുള്ളത് കൊണ്ട് മതം പറയാത്ത പേര് ഞാനുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാചകങ്ങൾ അവസാനിപ്പിക്കുക. കാരണം സമയമില്ല. എൻ്റെ മക്കളെ നോക്കിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ അമ്മയ്ക്കും അവരെയൊക്കെ സേഫായിട്ട് അവരെങ്കിലും എത്തിക്കണം. അപ്പൊ ഒരിക്കൽ കൂടി പറയാനും മതം ഉപേക്ഷിച്ചത് ഞാനാണ്, എൻ്റെ മക്കളോ കാര്യങ്ങളോ അല്ല. അപ്പോൾ എല്ലാവരും എന്താ പറയാ ഇവിടെ വിളിച്ചതിൽ വരാൻ പറ്റിയ നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും ഒക്കെ സന്തോഷമുണ്ട്. എല്ലാവരും
ബിസിനസിന്റെ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളോട് സംബന്ധിച്ചു. ഇനി ഒരാളും കൂടി നമ്മളോട് സംസാരിക്കാനുണ്ട്. അത് സ്ത്രീപക്ഷ രാഷ്ട്രീയം മാത്രമല്ല, നമ്മളുടെ വിങ്സിന്റെ മെമ്പറും കൂടിയാണ്. ജസി ഖാനാണ്, കവയത്രി കൂടിയാണ്, കവി കൂടിയാണ്. കവയത്രി എന്നുള്ള പേരിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കവി കൂടിയാണ്. മാത്രമല്ല കഥകളുണ്ട്. ഞാനിവിടെ ബോഡി പൊളിറ്റിക്സും മതവും എന്നുള്ള വിഷയത്തിൽ ഞാൻ അതിനുള്ള ടൈറ്റിലായിട്ട് പറയുന്നത് സ്ത്രീ അവസ്ഥ മതത്തിനകത്തും